പൊട്ടി മുളച്ചത് നജിദെന്ന നാട്ടിൽ നിന്ന് തന്നെയാണത്. പല കോലമിൽ അവർക്കുള്ള പേരും വന്നതാ. വഹാബി സലഫി മുജാഹിദും പറയുന്നതാ. ഒരു പാർട്ടിക്കായി പല പേരുകൾ ഉണ്ടെന്ന എരപ്പന്റെ ഉടുപ്പും പുതപ്പ് വിരിപ്പും ഒന്നാ. നാറ്റം വരുമ്പോൾ പേര് മാറ്റലുമുണ്ട്. പഴങ്കള്ള് പൂത്തൻ കുപ്പിയിൽ എന്നുണ്ട്. ഹിജ്രിയ കൊല്ലം ആയിരത്തിനു ശേഷമായി 140 പിന്നെ 3 കൊല്ലമായി. അന്നാണ് ഈ പ്രസ്ഥാനമാദ്യം മുളച്ചത്. നേതൃത്വം നജ്ദിക്കാണ് അന്ന് ലഭിച്ചത്. ബ്രിട്ടീഷ് സഹായത്തോടവർ വലുതായി. മുസ്ലിംകളെ പലപ്പോഴും കൊല്ലലുമായി. തീമിയ ആശയം കോപ്പിയടിച്ചിട്ടുള്ളതാ. ചാണിന്റെ ചാണായ്മി കതിൽ തുടരുന്നതാ. അതു കാരണം തീമിയ പേരും ഉണ്ട്. അഖിലെ ഹദീസ് ചേരിൻ ഈ പറയലുമുണ്ട്. തീമിയ മസ്ജൂൻ ഈ തന്നെ മരിച്ചത്. ഇജ്മാഅ് വിരുദ്ധം പലതുമെന്ന് പറഞ്ഞത്. ആലം ഖാദിമായൻ നവാദവുമുണ്ട്. തശ്ബീഹ് തജ്സീമോ പറയലുമുണ്ട്. തൗറാത്ത് ഇൻജീൽ മാറ്റിയില്ലെന്നും ജൂതർ നസാറാ ഗ്രന്ഥം തിരുത്തിയില്ലെന്നും. ഫതവ മീസാൻ നോക്ക് നീ അതിലുണ്ട്. 477 കാണുന്നുണ്ട്. ബ്രിട്ടീഷുകാരോടോ പറയലുമുണ്ട്. തീമിയ ഉള്ളിലി ഇപ്പ് കാണുന്നുണ്ട്. തൗറാത്ത് ഇൻജീൽ മാറ്റി എന്നത് അറിയുന്നതാ. ഓരോ തവണ നോക്കതിലുണ്ടത്. ഉലമാഉകൾ അവയെ എതിർത്തിട്ടുണ്ട്. അന്നുള്ളവർ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ബിദ്അയിനുള്ള തെറ്റുകൾ നീ അറിയണം. അല്ലെങ്കിലോ അത് അപകടത്തിനു കാരണം. ഏവർക്കുമെതിരായി പുതിയ വാദം വേണ്ടതാ. ഈ ചിന്താദീനിൽ തീർച്ച ഒഴിവാക്കേണ്ടതാ. ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി വിശ്വാസികൾ മുശ്രിക്കുകളും കാഫിറുകളുമാണെന്ന അഹങ്കാരത്തിന്റെ ആക്രോശങ്ങളാണ് വഹാബി പ്രസിദ്ധീകരണങ്ങൾ ഇക്കാലമത്രയും വിസർജിച്ചുകൊണ്ടിരുന്നത്. അൽമനാർ, സൽസബീൽ തുടങ്ങിയ വഹാബി പുരാണങ്ങളുടെ ചിതലരിക്കാത്ത ഏടുകളിൽ ആ വിഷാക്ഷരങ്ങൾ ഇന്നും തെളിഞ്ഞു കാണുന്നു. 1981 ഒക്ടോബർ ലക്കം അൽമനാറിൽ മുഴുവൻ സുന്നികളെയും കൊന്നൊടുക്കണമെന്ന് വരെ വഹാബി വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്.
ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്. മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ പേരോട് മുശ്രിക്കായി. മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ പേരോട് മുശ്രിക്കായി. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ടായി. മൂജക്ക് എന്തു കുഴപ്പമാണേ ഉള്ളത്, കുഴപ്പങ്ങളായി പലതോട് ഗൗരവമുള്ളത്. അവർക്കുള്ള പുസ്തകം നോക്കിയാൽ കാണുന്നതാ, അതോടെ നാറ്റം ശക്തിയായി തുടരുന്നതാ. ബഹുഭൂരിപക്ഷം സുന്നികൾ മുശ്രിക്കുകളാ, അതു കാരണം അവരൊക്കെയും കാഫിറുകളാ എന്നുള്ള വിശ്വാസം മുജാഹിദീനുള്ളതാ. അത് കാരണം കുഴപ്പങ്ങളും നടക്കുന്നതാ. അൽമാനാറിത് വ്യക്തമായി പറയുന്നതാ. കാനൂന് സാനിയൻ പതിൽ നോക്കേണ്ടതാ. ഇതുപോലെ സൽസബീലാദാ പറയുന്നു. 89 ജൂണിലും കാണുന്നു ഈ മുശ്രിക്കീങ്ങളെ കൊല്ലണം എന്നുള്ളത്. മുജാവിഭാഗം വ്യക്തമായി എഴുതുന്നത്. ഒക്ടോബർ ലക്കം അൽമാനാർ നോക്കേണ്ടതാ. 81 സനതതിൽ കാണുന്നതാ. ഇതു തന്നെയാണ് തീവ്രവാദം. അത് പൊന്നെ അവസാനമായി നഷ്ടത്തിലാണിത് തന്നെ.